ഹാപ്പി ഫ്രൈഡേ. ഇന്നത്തെ ദിവസം ഒരു അംഗൻവാടി വിസിറ്റാണ് കേട്ടോ. രാവിലെ തന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. തേർഡ് ഇയർ സ്റ്റുഡൻസിനാണ് കേട്ടോ ഇന്ന് വിസിറ്റ്. അപ്പോൾ അവരുടെ ബ്രീഫിംഗ് ഒക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ തേർഡ് ഇയർ സമയത്തെ കാര്യങ്ങളും അതൊക്കെ പറഞ്ഞ് കുറേ ഓർമ്മകളൊക്കെ അയവിറക്കി ഞങ്ങൾ സമയം പോയതറിഞ്ഞില്ല. അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അറേഞ്ച് ചെയ്ത കോളേജിലെ ബസ്സിൽ നമ്മൾ അംഗൻവാടി വിസിറ്റിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഈ ബസ് യാത്ര is nothing short of a memory down the lane. കാരണം നമ്മൾ തേർഡ് ഇയർ ആയിരുന്ന സമയത്തും ഇതുപോലെ 30 പേരടങ്ങുന്ന ഒരു ബാച്ചായിട്ടാണ് ഇങ്ങനത്തെ വിസിറ്റിന് പോയിക്കൊണ്ടിരുന്നത്. ഈ 30 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 5-5.5 വർഷം ഒരേപോലെ പോകുന്ന ആൾക്കാരാണ്. അതായത് ഈ ഒരു ഗ്രൂപ്പിനകത്ത് ഇണക്കങ്ങളുണ്ടാവും, പിണക്കങ്ങളുണ്ടാവും, സ്നേഹം, സന്തോഷം, ഹാപ്പിനെസ്, പല തരത്തിലുള്ള ഇമോഷൻസ് 5.5 വർഷം ഒരുമിച്ചിരുന്ന് ഹാൻഡിൽ ചെയ്തൊരു ഗ്രൂപ്പാണ് കേട്ടോ. ഒരു മിനി ഫാമിലി എന്ന് തന്നെ പറയാം. അങ്ങനെ ഏറ്റുമാനൂരത്തെ സ്മാർട്ട് അംഗൻവാടിയിലേക്കുള്ള യാത്ര ഓൾമോസ്റ്റ് എത്താറായിരിക്കുകയാണ് കേട്ടോ സ്ഥലത്ത്. അവിടെ ചെന്ന ഉടനെ എന്നെ അട്രാക്റ്റ് ചെയ്തത് അവിടെ ഒട്ടിച്ചു വെച്ചിരുന്ന ഒരു ഫുഡ് റെസിപ്പി ചാർട്ടാണ് കേട്ടോ. ഇവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കുന്ന 3 നേരത്തെ ഭക്ഷണത്തിൻ്റെയും കൃത്യമായിട്ടുള്ള അളവ്, അതിൽ ചേർക്കുന്ന വിഭവങ്ങൾ, ഓരോ സാധനത്തിൻ്റെ പോഷക ഗുണങ്ങളെല്ലാം ഇതാണ് കേട്ടോ ആ ചാർട്ട്. കുട്ടികളെല്ലാവരെയും കണ്ടപ്പോൾ നമ്മുടെ കൂടെ വന്ന കുട്ടികൾ വീണ്ടും കുട്ടികളായി. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, കൊച്ചുകുട്ടികൾ ദേ ആർ ലൈക്ക് എ റേ ഓഫ് ഹോപ്പ്. പോസിറ്റീവ് എനർജി ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ അവരും ഹാപ്പി, അവരെ കണ്ടപ്പോൾ നമ്മളും ഹാപ്പി. അങ്ങനെ രണ്ടുപേരും ഹാപ്പി ആയിട്ട് കുറേ അടിപൊളി നിമിഷങ്ങൾ എൻജോയ് ചെയ്തു. ലാസ്റ്റ് ആയപ്പോൾ നമ്മുടെ അംഗൻവാടിയിൽ തന്നെ ടീച്ചർ നമുക്ക് കൃത്യമായിട്ട് ഇവിടുത്തെ നടത്തിപ്പിനെക്കുറിച്ചും കുട്ടികളുടെ ഗ്രോത്ത് ചാർട്ട് എങ്ങനെയാണ് അവർ മോണിറ്റർ ചെയ്യുന്നത് ഗ്രോത്തിനെ പറ്റിയും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് അവരുടെ ഒരു ഹാൻഡ് ബുക്ക്, അങ്കണത്തൈമാവെന്ന് പറയും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ സ്റ്റോറീസും എങ്ങനെ കുട്ടികളുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ.